ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്റർ തുടങ്ങി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ്. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ്, രണ്ടാമത്തത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ആദ്യം നമുക്ക് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പഠിക്കാം. ഒരു ഫോഴ്സ് എപ്പോഴാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഒന്നാമത്തെ കാര്യം ഇതാണ്: ഇഫ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. അതായത് ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമുക്കൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പല വഴികളിലൂടെ കൊണ്ടുപോകാം. നിങ്ങൾ ഏത് വഴികളിലൂടെ കൊണ്ടുപോയാലും ശരി, ആ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആ വഴിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മറിച്ച് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതാണ്: ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ത്രൂ എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ പല വഴികളിലൂടെ കൊണ്ടുപോയി അവസാനം എന്ത് ചെയ്യുന്നു? എയിൽ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് പാത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ക്ലോസ്ഡ് പാത്തിൽ ചെയ്യപ്പെട്ട വർക്ക് എത്രയായിരിക്കും? സീറോ ആയിരിക്കും, ഇഫ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്: ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുടെ ടേമിൽ എഴുതാം. എങ്ങനെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാം. ഇക്വേഷൻ ഇതാണ്: എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു ഡിവൈഡ് ബൈ ഡി ആർ. അവിടെ യു എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു ഡിവൈഡ് ബൈ ഡി ആർ. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? ദാറ്റ് ഈസ് വെക്ടർ എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കിട്ടും. ശരിയല്ലേ? വാട്ട് ഈസ് എഫ് ഡോട്ട് ഡി ആർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. Therefore, W conservative is equal to minus du. Okay, that is negative of du. Du means change in potential energy. Okay, അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിന് ഈക്വൽ ആണ്? നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നർത്ഥം. ഓക്കെ, അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കുറയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു വസ്തുവിനെ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആരാണ് വർക്ക് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? ആ വർക്ക് എന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്കാണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തു താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്: കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൂടാതെ എല്ലാ ടൈപ്പ് സെൻട്രൽ ഫോഴ്സും എന്താണ്? കൺസർവേറ്റീവ് ആണ്. ഓക്കെ, ഓൾ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ രണ്ട് എക്സാമ്പിൾസ് പറയാം. ഒന്നിതാണ്, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എയിൽ നിന്ന് ഒരു വസ്തുവിനെ ബിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ആദ്യം കൊണ്ടുപോകുന്ന വഴി 1 ആണ്. അതിലൂടെ ചെയ്യുന്ന വർക്ക് W1. രണ്ടാമത്തെ വഴി 2 ആണ്. അതിലൂടെ ചെയ്യുന്ന വർക്ക് W2. മൂന്നാമത്തെ വഴിയിലൂടെ ചെയ്യുന്ന വർക്ക് എത്രയാണ്? W3. ഓക്കെ, കൂടാതെ ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? കൺസർവേറ്റീവ് ഫോഴ്സാണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വർക്കുകളെയും കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം എന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, വിച്ച് വൺ ഈസ് സ്മോളർ എന്നാണ് ചോദ്യം. ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലേ? ഏത് വഴിയിലൂടെ വസ്തുവിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയാലും വർക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഇഫ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഓക്കെ, ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? W1 ഈക്വൽ ടു W2 ഈക്വൽ ടു W3. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് വസ്തുവിനെ ഈ ഒരു പാത്തിലൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ചെയ്യുന്ന വർക്കാണ് WAB. ഓക്കെ, അതിനുശേഷം വസ്തുവിനെ ബിയിൽ നിന്ന് എയിലേക്ക് ഈ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുന്നു. ഓക്കെ, ആ സമയത്ത് ചെയ്യുന്ന വർക്കാണ് WB. കൂടാതെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ വർക്ക് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? കൺസർവേറ്റീവ് ഫോഴ്സാണ്. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്.
അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വർക്കും തമ്മിലുള്ള റിലേഷനാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ത്രൂ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. അല്ലേ? ദാറ്റ് ഈസ് W ടോട്ടൽ ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് പാത്ത്. ശരിയല്ലേ? ഇവിടെയുള്ള ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? WAB പ്ലസ് WBA ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അല്ലേ? അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? WAB ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് WBA. മനസ്സിലായോ? അപ്പോൾ ഈ കേസിൽ WABയും WBAയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ ഇതാണ് രണ്ട് റിലേഷൻസ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു വസ്തുവിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ആ വസ്തുവിൻ്റെ മാസ് M ആണ്. ആദ്യം കൊണ്ടുപോകുന്ന പാത്ത് 1 ആണ്. ഓക്കെ, ആൻഡ് ദ വർക്ക് ഈസ് വാട്ട്? W1. അടുത്ത പാത്ത് ഇതാണ്, അതിലൂടെ ചെയ്യുന്ന വർക്ക് എന്താണ്? W2 ആണ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എത്ര ഹൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്? H ഹൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൂടാതെ ഈ വർക്ക് ചെയ്യുന്നത് ഏത് ഫീൽഡിലാണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ W1ഉം W2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫീൽഡ്, ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഈ ഒരു കേസ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം ഞാൻ ഒന്നാമത്തെ പാത്ത് എടുക്കുന്നു. ഫോർ പാത്ത് 1 നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ W1 ഈസ് ഈക്വൽ ടു F ഇൻറ്റു S ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടുക. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഫോഴ്സ് എത്രയാണ്? നമുക്കറിയാം ഈ വസ്തുവിൻ്റെ വെയിറ്റ് mg താഴോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ മിനിമം ഞാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? ഈ mgക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എങ്ങോട്ടേക്ക്? അപ്വേർഡ് ഡയറക്ഷനിൽ. സോ F ഈസ് ഈക്വൽ ടു mg. കൂടാതെ ഈ വസ്തു എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? മുകളിലേക്കാണ്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് S ഈസ് ഈക്വൽ ടു h ആണ്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ W1 ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ സ്ഥാനത്ത് mg എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്ത് h എന്ന് എഴുതാം. കോസ് തീറ്റ എത്രയാണ്? 0 ആണ്, കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ്. ദെർഫോർ W1 ഈക്വൽ ടു എന്ത് കിട്ടും? mgh എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ പാത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പാത്തിൽ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് W2 ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റ എന്ന് എഴുതാം. അല്ലേ? ഇവിടെയുള്ള കേസിൽ ഫോഴ്സ് എത്രയാണ്? അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഈ എയറോ മാർക്ക് കാണിച്ച ഡയറക്ഷൻ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സ് എത്രയാണെന്ന് അറിയുമോ? ഇല്ല. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ മാസ് M ആണ്, അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് mg നേരെ താഴോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ മിനിമം എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? mg ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്യണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് ആയിരിക്കും ഏത്? F എന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. കാരണം ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്. സോ ഇറ്റ് ഈസ് 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ mgയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എത്രയായിരിക്കണം? ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു mgയുടെ കോസ് കമ്പോണന്റ് ആയിരിക്കും. അല്ലേ? തീറ്റക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയിരിക്കും. സോ mg കോസ് ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റ. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? S ആണ്. അത് ഇങ്ങോട്ടേക്കാണ്. അല്ലേ? ഈ ഡയറക്ഷൻ ആണ്. ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു L ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? W2 ഈസ് ഈക്വൽ ടു mg, ശരിയല്ലേ, ഇൻറ്റു കോസ് 90 മൈനസ് തീറ്റ. അല്ലേ? അതാണല്ലോ ഫോഴ്സ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് L. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏതാണ്? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിൾ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഏത് ഡയറക്ഷനിലാണ്? സെയിം ഡയറക്ഷനിലാണ്. സോ ഇറ്റ് ഈസ് 0. Therefore W2 is equal to mg into L into cos 90 minus theta എന്ന് പറയുന്നത് sin theta. Okay, therefore it is mgl sin theta. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? sin theta കണ്ടുപിടിക്കുക. ഞാൻ ഈ ഫിഗറിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇതും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. അല്ലേ? ഇത് h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ sin theta എന്തായിരിക്കും? sin theta is equal to opposite side h divided by ഹൈപ്പോട്ടനസ് ഏതാണ്? L. അപ്പോൾ sin theta is equal to h by L എന്ന് കിട്ടും. സോ W2 is equal to mgl into sin theta എന്ന സ്ഥാനത്ത് h by L കൊടുക്കാം. L ക്യാൻസൽ ചെയ്താൽ W2 is equal to എന്ത് കിട്ടും? mgh കിട്ടും. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഈ രണ്ട് വഴിയിലൂടെയും ചെയ്ത വർക്ക് W1 W2 എന്താണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് എന്ത് ഫീൽഡാണ്? ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഈസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. അല്ലേ? അതുപോലെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. മനസ്സിലായോ? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു ഫോഴ്സ് എപ്പോഴാണ് നോൺ കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇഫ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത്. അതായത് ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ത്രൂ ക്ലോസ്ഡ് പാത്ത് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ക്ലോസ്ഡ് പാത്തിൽ സീറോ അല്ല. കൺസർവേറ്റീവ് ആണെങ്കിൽ ക്ലോസ്ഡ് പാത്തിലൂടെ ചെയ്യുന്ന വർക്ക് എത്രയാണ്? സീറോ ആണ്. ഈ രണ്ട് പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ഫോഴ്സ് ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. കൂടാതെ ഇതിനെ നമുക്ക് ഒരു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാൻ പറ്റില്ല. മനസ്സിലായി? കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്ക് എന്ത് എഴുതാം? ഒരു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. അതുപോലെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എഴുതാൻ പറ്റില്ല. കാരണം ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തില്ല? പൊട്ടൻഷ്യൽ എനർജി ഇല്ല എന്നർത്ഥം. ഓക്കെ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്. ഇതെല്ലാം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. മനസ്സിലായോ? ഇതിനൊന്നും കറസ്പോണ്ടിങ് ആയിട്ട് എന്തില്ല? ഒരു പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, വർക്ക് ഡൺ ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് റിസൾട്ട്സ് ഇൻ എ ലോസ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഓക്കെ, അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബോഡി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു? ലോസ് ഓഫ് കൈനറ്റിക് എനർജിക്ക് കാരണമാകുന്നു. ഓക്കെ, ആൻഡ് കൈനറ്റിക് എനർജി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നു. ഓക്കെ, അത് ശ്രദ്ധിക്കുക. വർക്ക് ഡൺ ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ എനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഓൾവേസ് റിസൾട്ട്സ് ഇൻ എ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് കൈനറ്റിക് എനർജി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്ന് ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.